കണ്ണന് രണ്ടമ്മമാരുണ്ടല്ലോ, വളർത്തമ്മയായ യശോദയും പെറ്റമ്മയായ ദേവകിയും. യശോദയോടൊത്തുള്ള കണ്ണന്റെ കഥകൾ നമുക്കൊക്കെ അറിയാം അല്ലേ? എന്നാൽ പെറ്റമ്മയായ ദേവകിയോടുള്ള കണ്ണന്റെ സ്നേഹവും കണ്ണൻ കാണിച്ച അത്ഭുതങ്ങളും വർണ്ണിക്കുന്ന കഥ കേട്ടിട്ടുണ്ടോ? പത്മപുരാണത്തിലുള്ള ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. കംസനെ വധിച്ച ശേഷം കൃഷ്ണൻ തന്റെ മാതാപിതാക്കളായ ദേവകിയെയും വസുദേവരെയും തടവിൽ നിന്ന് മോചിപ്പിച്ചു. പിറന്നു വീണ ഉടനെ മകനെ പിരിയേണ്ടി വന്ന ദേവകി തന്റെ മകനെ കണ്ടതും വാത്സല്യപൂർവ്വം വാരിപ്പുണർന്നു. പിന്നീട് മധുരയിൽ കൃഷ്ണന്റെ കൂടെയായിരുന്നു അവരുടെ ജീവിതം. കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ദേവകി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു: കണ്ണ, ഞങ്ങൾക്ക് പ്രായമായി തുടങ്ങി, കാശിയും മറ്റു പുണ്യസ്ഥലങ്ങളും കാണണമെന്നുണ്ട്. നീ ഞങ്ങളെ കൊണ്ടുപോകുമോ? അതിനെന്താ, നമുക്ക് ഒരുമിച്ച് ഒരു തീർത്ഥയാത്രയ്ക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ കണ്ണൻ സന്തോഷത്തോടെ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു. 3 പേരും കൂടി യാത്ര തുടങ്ങി. കാശി, ഓങ്കാരേശ്വർ, ത്രംബകം തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിൽ തങ്ങി മഹാദേവന്റെ അനുഗ്രഹം വാങ്ങി. യാത്രക്കിടയിലും കംസന്റെ തടവറയിലെ ദുരിത ജീവിതം ഇടയ്ക്കൊക്കെ ദേവകിക്ക് ഓർമ്മ വരുമായിരുന്നു. എന്നാലും കണ്ണനെ നോക്കിയിരിക്കുമ്പോഴും കണ്ണന്റെ മധുരവചനങ്ങൾ കേൾക്കുമ്പോഴും ദേവകി എല്ലാം മറക്കും. അമ്മയുടെ ഉള്ളിൽ ഇപ്പോഴും വേറെ എന്തോ ഒരു സങ്കടമുണ്ട് എന്ന് കണ്ണന് മനസ്സിലായി. ദേവകി ഒന്നും പറഞ്ഞില്ലെങ്കിലും അതെന്താണെന്ന് സ്വന്തം ജ്ഞാനദൃഷ്ടിയിലൂടെ കണ്ണൻ തിരിച്ചറിഞ്ഞു. കണ്ണൻ അമ്പാടിയിൽ വളരുന്നത് കാണാനോ അവന്റെ ബാലലീലകൾ ആസ്വദിക്കാനോ ഉള്ള ഭാഗ്യം തനിക്ക് കിട്ടിയില്ലല്ലോ എന്നും യശോദ അനുഭവിച്ച ആ ഭാഗ്യം തനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നുമായിരുന്നു ദേവകിയുടെ വിഷാദത്തിന് കാരണം. തന്റെ അമ്മയുടെ ദുഃഖം മനസ്സിലാക്കിയ കൃഷ്ണൻ അതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് നിശ്ചയിച്ചു. ബ്രഹ്മഗിരിയിലെ ഭീമാശങ്കരനെ തൊഴുത് കുറച്ചു ദൂരം പോയപ്പോൾ അവർ കരവീരം എന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. 5 നദികൾ സംഗമിക്കുന്ന ആ സ്ഥലത്ത് അപൂർവമായ ഒരു ശക്തി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായി കണ്ണൻ അനുഭവപ്പെട്ടു. കണ്ണൻ അമ്മയോട് പറഞ്ഞു: അമ്മ, ഒന്ന് കണ്ണടച്ചിരിക്കാമോ? ഞാനൊരു സൂത്രം കാണിക്കാം. വാത്സല്യത്തോടെ കണ്ണനെ നോക്കി ദേവകി കണ്ണടച്ചിരുന്നു. ഉടനെ തന്നെ കണ്ണൻ തന്റെ യോഗമായയിലൂടെ ആ പുണ്യസ്ഥലത്ത് അമ്പാടിയുടെ പഴയകാലം അതേമാതിരി പുനഃസൃഷ്ടിച്ചു. യമുനാ നദിയും ഗോവർദ്ധന പർവ്വതവും പശുക്കളും ഗോപാലന്മാരും എല്ലാം നിറഞ്ഞ കണ്ണന്റെ ഗോകുലം. കണ്ണു തുറന്ന ദേവകി സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. തന്റെ മുൻപിൽ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ കൃഷ്ണൻ. മുട്ടിലിഴഞ്ഞു നടക്കുന്ന പ്രായം മുതൽ വെണ്ണ കട്ടു തിന്നുന്നതടക്കം യശോദയുടെ അടുത്ത് കാണിച്ച എല്ലാ കുസൃതികളും തുടർന്ന് ദേവകിക്ക് മനം നിറയെ കാണാൻ കഴിഞ്ഞു. വർഷങ്ങളായി താൻ കാണാൻ കൊതിച്ച ആ ബാലലീലകൾ നേരിൽ കാണാനും കൃഷ്ണനെ വാരിയെടുത്ത് മുലയൂട്ടാനും ദേവകിക്കായി. അങ്ങനെ യശോദയ്ക്ക് ലഭിച്ച എല്ലാ അനുഭൂതികളും തന്റെ പെറ്റമ്മയ്ക്കും കണ്ണൻ സമ്മാനിച്ചു. കൃഷ്ണൻ ഈ അത്ഭുതം നടത്തിയ സ്ഥലം പിന്നീട് ദക്ഷിണകാശി എന്ന പേരിൽ അറിയപ്പെട്ടു. അവിടുത്തെ നദിയെ കൃഷ്ണാനദി എന്ന് എല്ലാവരും വിളിക്കാൻ തുടങ്ങി. കരവീരം എന്ന ആ പുണ്യ സ്ഥലമാണ് ഇപ്പോഴത്തെ കോലാപ്പൂർ.